പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ രണ്ടാമത്തെ വ്യാഴാഴ്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പരിശുദ്ധ കുർബാനയെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. സുപ്രധാനമായ 3 കാര്യങ്ങളാണ് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ യഥാർത്ഥ നിക്ഷേപം എവിടെയായിരിക്കണമെന്ന് പറയുന്നു. 2, കണ്ണ് നമ്മുടെ ശരീരത്തിന് നന്മയും തിന്മയും കൊണ്ടുവരുന്നത് കൊണ്ട് കണ്ണിന്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയോടെ കാണണമെന്ന്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് പറയുന്നു. അതുപോലെ 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ല, ഒരാളിലേക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായും കൊണ്ടുവരണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പുകാല ദിവസങ്ങൾ തിരുവചനത്തിലൂടെയും തിരുകർമ്മങ്ങളിലൂടെയും എല്ലാം ഈശോ നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്ക് നോക്കാനാണ്. ഭൂമിയിലേക്ക് നോക്കി നടക്കുകയും ഭൂമിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്ന നമ്മളോട് ഈശോ ഈ നാളുകളിൽ പ്രത്യേകമായി പറയുന്നത് സ്വർഗത്തിന്റെ ചിന്തകളിലേക്ക് വരാൻ, സ്വർഗത്തെക്കുറിച്ച് കൂടുതലായി ധ്യാനിക്കാൻ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താനാണ്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, നമ്മുടെ യഥാർത്ഥ നിക്ഷേപം, നമ്മുടെ യഥാർത്ഥ ശേഖരം നമ്മൾ കരുതി വയ്ക്കേണ്ടത് ഈ ഭൂമിയിലല്ല. അത് പണത്തിന്റെയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെയോ മറ്റെന്തെങ്കിലും വിലപിടിച്ച മുത്തുകളുടെയോ മറ്റെന്തെങ്കിലും ഈ ഭൂമിയുടെ വിലപിടിപ്പുള്ള കാര്യങ്ങളുടെ പേരിലല്ല, മറിച്ച് ആത്മാവിന്റെ നന്മയും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതുമായ സ്വർഗത്തിലെ നിക്ഷേപമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, ഈ ഭൂമിയിൽ നടക്കുന്നവരെങ്കിലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാൻ പറ്റണം. കണ്ണുകൾ വിശുദ്ധമായ കാര്യങ്ങൾ കാണണം. ഏറ്റവും വൈരുദ്ധ്യാത്മകമായ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്, സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതലായി നമ്മുടെ കണ്ണിന്റെ ദുരുപയോഗത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈശോ കണ്ണുകളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നു. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. വിളക്ക് പ്രകാശം തരുന്നതാണ്, വഴി നടത്തുന്നതാണ്. ഏറ്റവും നല്ല മാതൃകയായി ഇതിനെ സ്വീകരിക്കാവുന്നത് ഈശോയുടെ ജനന സമയത്ത് ഈശോയെ അന്വേഷിച്ചിറങ്ങിയ 3 ജ്ഞാനികളെ കുറിച്ചാണ്. അവർ ഭൂമിയിലൂടെ നടന്നെങ്കിലും സ്വർഗത്തിലേക്ക്, മുകളിലേക്ക്, നക്ഷത്രം എന്ന ഒരു വിളക്കിലേക്ക് നോക്കി നടന്നതുകൊണ്ട് അവർ ഒരിടത്തും തട്ടി വീഴാതെ, വഴി തെറ്റാതെ ഈശോ കിടന്ന സ്ഥലത്ത് ഈശോയുടെ അരികിലെത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാനും നല്ലത് കാണാനും വിശുദ്ധമായത് കാണാനും ഒക്കെ പ്രത്യേകമായി പരിശ്രമിക്കേണ്ട കാലമാണിത്. അതുകൊണ്ട് തന്നെ കണ്ണുകളും മനസ്സും സ്വർഗത്തിലാകുമ്പോൾ ഹൃദയം, ജീവിതത്തിന്റെ കേന്ദ്രമായ ഭാഗം, 2 പേരിലേക്ക് പോകാൻ പാടില്ല. കുറച്ച് ഭൂമിയിലേക്കും കുറച്ച് ദൈവത്തിലേക്കും എന്നല്ല, ദൈവത്തിലേക്ക് മാത്രം പോകാൻ. 2 യജമാനന്മാരെ സേവിക്കാൻ സാധ്യമല്ലെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, 2 വള്ളത്തിൽ നമുക്ക് കാലുവയ്ക്കാനാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പലപ്പോഴും ഞങ്ങളുടെ മാനുഷികമായ പ്രേരണയാലും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളാലും ഞങ്ങളുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ പരതുകയും ഞങ്ങളുടെ നിക്ഷേപങ്ങളും മനസ്സും ഈ ഭൂമിയിലായി പോവുകയും ഞങ്ങളുടെ ചിന്തകളും ഹൃദയവുമൊക്കെ സ്വർഗത്തിലും ഭൂമിയിലും പരതി നടക്കുകയും ചെയ്യുന്നല്ലോ. കർത്താവെ, 2 ഇടങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയം പോകാതെ നീയാകുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം ഞങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.